ഹായ്, എൻ്റെ ഒരു ക്ലയൻറ്റ് ഇപ്പോൾ റീസെൻ്റ്ലി വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആള് ഇപ്പം കുറച്ചാൾ പ്രോപ്പർട്ടി നോക്കാൻ പ്ലാനുണ്ട്. അപ്പം ഇങ്ങനെ ഓരോ പ്രൊജക്റ്റ് അയച്ചു കൊടുക്കും. ഓക്കെ, അപ്പം ആളിങ്ങനെ ഓരോ റീസൺസ് പറയും. ഓക്കെ, ഈ പ്രോജക്റ്റിൽ എനിക്ക് DLD വേവർ ഉണ്ടോ, അപ്പം എനിക്ക് പേയ്മെൻറ്റ് പ്ലാനിൽ ഫ്ലെക്സിബിലിറ്റി ഉണ്ടോ, ഇതൊക്കെയാണ് ആൾ ചോദിക്കുന്നത്. അപ്പം ആളിപ്പോൾ നോക്കുന്നത് എത്ര പ്രൈസ് കുറച്ച് കിട്ടും എന്നൊക്കെയാണ് ആൾ നോക്കുന്നത്. കൂടുതലും ലൊക്കേഷൻ ബേസല്ല നോക്കുന്നത്. ഏത് ഡെവലപ്പർ ഏത് പേയ്മെൻറ്റ് പ്ലാനിൽ ഫ്ലെക്സിബിലിറ്റി കൊടുക്കും, DLD വേവർ ഉണ്ടോ, അത്രയും നോക്കുക. ആ ലൊക്കേഷൻ്റെ പൊട്ടൻഷ്യൽ എന്താണെന്നോ അല്ലെങ്കിൽ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ റിട്ടേൺ എത്ര കിട്ടുമെന്നോ അങ്ങനെയൊന്നും ആൾ നോക്കുന്നില്ല. ആളൊരു പ്രോപ്പർട്ടി ഇടോ, അത്രേ ആൾ നോക്കുന്നുള്ളൂ. അങ്ങനെ ആൾ ഇരുന്ന് നോക്കി ആളൊരു റെപ്യൂട്ടഡ് ഡെവലപ്പറിൻ്റെ ഒരു ഫ്ലെക്സിബിൾ പേയ്മെൻറ്റ് പ്ലാൻ പറഞ്ഞൊരു ഏജൻറ്റ് അപ്രോച്ച് ചെയ്തിട്ട് ആളിന് വർഷങ്ങളായിട്ട് അറിയാവുന്ന ആളുടെ സ്വന്തം കസിൻ്റെ ഫ്രണ്ട് എന്ന് വേണമെങ്കിൽ പറയാം, അങ്ങനത്തെ ഒരു ഏജൻ്റ് ആയിരുന്നു. അപ്പോൾ ആൾ ഓക്കെ ഓണസ്റ്റ്ലി ആളിനെ ട്രസ്റ്റ് ചെയ്തു. അപ്പം ആളിനെ ട്രസ്റ്റ് ചെയ്തിട്ട് ഓക്കെ DLD വേവർ ഉണ്ട്. ഓക്കെ, നോർമലി ആ ഡെവലപ്പറിൻ്റെ പേയ്മെൻറ്റ് പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 ഡൗൺ പേയ്മെൻറ്റ് വിത്തിൻ 1 മന്തിൽ, അത് കഴിഞ്ഞിട്ട് നമുക്ക് പേയ്മെൻറ്റ് പ്ലാനിൽ ഫ്ലെക്സിബിലിറ്റി ഡെവലപ്പേഴ്സ് കൊടുക്കുന്ന പോലെ കൊടുക്കാൻ പറ്റും. ഈവൻ 20 എടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ SPA സൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ അത് ചെയ്യിക്കുന്നത്. 20 ഡൗൺ പേയ്മെൻറ്റ് 4 DLD അടയ്ക്കുമ്പോൾ നമ്മുടെ പേരിൽ പ്രോപ്പർട്ടി റെഡിയാവും. അപ്പോൾ ഈ പുള്ളിക്കാരൻ്റെ കയ്യിൽ അത്രയും ക്യാഷ് ഇല്ല. ആളെൻ്റെ അടുത്ത് ഓൾറെഡി പറഞ്ഞു എൻ്റെ കയ്യിൽ 30,000 ദിർഹംസേ ഉള്ളൂ. അപ്പോൾ അപ്പം അതുകൊണ്ട് അങ്ങനത്തെ പ്രോജക്റ്റ് എനിക്ക് പറ്റുള്ളൂ. അപ്പോൾ ഈ ആളിന് വേണ്ടി ഞാൻ പല ഡെവലപ്പറിലും പേയ്മെൻറ്റ് പ്ലാൻ നോക്കിയിട്ട് എനിക്ക് അപ്രൂവൽ കിട്ടിയിട്ടില്ല. കാരണം കിട്ടാത്തതെന്ന് പറഞ്ഞാൽ ഓക്കെ 7 ലക്ഷം ദിർഹംസിൻ്റെ 30,000 ദിർഹംസ് ആയപ്പോൾ ഏകദേശം ഒരു 5% പോലും വരുന്നില്ല. അപ്പോൾ അങ്ങനെ നോക്കി റെപ്യൂട്ടഡ് ഡെവലപ്പറിൻ്റെ എന്ത് ചെയ്തു, ഈ കസിൻ്റെ കൂടെയുള്ള ഏജൻറ്റ് ഓക്കെ നമുക്കിതിൽ DLD വേവർ ഉണ്ട്, നിങ്ങളൊന്നുമില്ല, ഡൗൺ പേയ്മെൻറ്റ് 30 അടച്ചാൽ മതി, അതിനുശേഷം പേയ്മെൻറ്റ് അടച്ചു പോയാൽ മതി, കുഴപ്പമില്ല, നിങ്ങൾക്കുള്ള ഇഷ്ടപ്പെട്ട പേയ്മെൻറ്റ് പ്ലാൻ എന്ന് പറഞ്ഞിട്ട് ആളിനെ കൊണ്ട് പ്രോപ്പർട്ടി ബുക്ക് ചെയ്യിപ്പിച്ചു. ബുക്ക് ചെയ്ത ഉടനെ ഒരു 3 ദിവസം കഴിയുമ്പോൾ പറഞ്ഞ് 5% ഡൗൺ പേയ്മെൻറ്റ് അടച്ചില്ലെങ്കിൽ 30,000 ദിർഹംസ് പോകുമെന്ന് പറഞ്ഞു. ആൾ പേടിച്ചിട്ട് പൈസ മറിച്ച് വീണ്ടും 5% അടച്ചു. ഇൻ ബിറ്റ്വീനിൽ ആൾ ഹോസ്പിറ്റലായപ്പം ഓക്കെ എന്ത് ചെയ്തു, അടുത്ത ഡൗൺ പേയ്മെൻറ്റ് വീണ്ടും പുഷ് ചെയ്തു. അപ്പം ആളിന് അടയ്ക്കാൻ പറ്റിയില്ല. അപ്പോൾ ഡെവലപ്പർ മാക്സിമം 1 വീക്ക് സമയം കൊടുത്തേ ഉള്ളൂ. ഇതിനിടയ്ക്ക് എന്ത് ചെയ്തു, ഈ പുള്ളിക്കാരൻ ഹോസ്പിറ്റലായിട്ട് പിന്നെ ഒരു കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്യാതൊന്നും ഡെവലപ്പർ ഓൾറെഡി മെയിലും കാര്യങ്ങളും വെച്ചിട്ട് ആൾ റെസ്പോണ്ട് ചെയ്യാനും പറ്റിയില്ല. ഇപ്പോൾ ടോട്ടൽ ആളിൻ്റെ 60,000 ദിർഹംസ് വെള്ളത്തിൽ പോയി. അപ്പോൾ ഇതിന് തൊട്ട് മുന്നേ ആൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, പൈസ നമുക്ക് ഈ പ്രോജക്റ്റിൽ ഇങ്ങനെ ഓഫർ ഉണ്ട്, കിട്ടുമോ? ഞാൻ പറഞ്ഞു കിട്ടില്ല. എനിക്ക് വർഷങ്ങളായിട്ട് കോൺടാക്ട്സ് ഉള്ള RM-നെ വിളിച്ചു കാര്യങ്ങൾ സംസാരിച്ചു. RM പറഞ്ഞു ഇങ്ങനൊരു പേയ്മെൻറ്റ് പ്ലാൻ നമുക്ക് കിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ ആളിനത് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുത്തു. പക്ഷേ പിന്നെ ആൾ കുറച്ചാൾ കോൺടാക്റ്റ് ഇല്ലാതെ ഇരുന്നിട്ട് ഈവൻ ഒരു ഫെബ്രുവരി ടൈമിൽ ആണ് ആൾ പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് ആൾ പിന്നെ ഹോസ്പിറ്റലായി, അങ്ങനെ കുറേ കാര്യങ്ങളായി. റീസെൻ്റ്ലി 2 ഡേയ്സ് ബാക്ക് ആൾ എനിക്ക് മെസ്സേജ് അയച്ചു, എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വന്നു, എൻ്റെ യൂണിറ്റ് ക്യാൻസലായി, എൻ്റെ പൈസ പോയി, എനിക്കത് കിട്ടാൻ എന്തെങ്കിലും നിവൃത്തിയുണ്ടോ? ഓൾറെഡി ആൾ ബുക്കിംഗ് ഫോമും കാര്യങ്ങളും എല്ലാം സൈൻ ചെയ്തു. ഏകദേശം ടോട്ടല് ആൾ അടച്ച എമൗണ്ട് വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് എടുത്തപ്പോൾ ആൾക്ക് 8 ലക്ഷം ദിർഹംസിന് ആൾ അടച്ച ഏകദേശം 60,000 ദിർഹംസ് അടച്ചു. SPA ഡെവലപ്പർ റിലീസ് ചെയ്ത് കൊടുത്തു. SPA ആൾ സൈൻ ചെയ്തു, പൈസ പോയി. പക്ഷേ ആൾ ചെയ്തൊരു തെറ്റുണ്ടായിരുന്നു. SPA നമ്മൾ 2ാമത്തെ 3ാമത്തെ പേജിൽ എല്ലാ ഡെവലപ്പറും മെൻഷൻ ചെയ്തിട്ടുണ്ടോ നിങ്ങളുടെ പേയ്മെൻറ്റ് എന്താണ്, ഈ പേയ്മെൻറ്റ് ബേസിലാണ് നിങ്ങൾ ഇൻസ്റ്റാൾമെൻറ്റിലാണ് നിങ്ങൾ പേയ്മെൻറ്റ് അടയ്ക്കേണ്ടതെന്ന് ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ പുള്ളിക്കാരെ ഹോസ്പിറ്റലായതുകൊണ്ട് ആളെന്ത് ചെയ്തു, ഇതൊന്നും ശ്രദ്ധിച്ചില്ല, ആൾ സൈൻ ചെയ്ത് വിട്ടു. അപ്പം അതിനുശേഷം പേയ്മെൻറ്റ് അടയ്ക്കാൻ മെയിൽ വന്നു, കാര്യങ്ങളൊന്നും ആളിന് നഷ്ടമായി. അപ്പം ഏകദേശം ആൾ 2-2.5 കൊല്ലം കൊണ്ടൊരു പ്രോപ്പർട്ടി എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം കയ്യിലുണ്ടായിരുന്ന പൈസ ആൾ ഇതുപോലെ സ്ഥലത്ത് കൊണ്ടിട്ട് പൈസ പോയി. ഡെവലപ്പർ ആ പൈസ റീഫണ്ട് കൊടുക്കില്ല, ഏജൻറ്റ് വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല, ഒരു കാര്യങ്ങളും ചെയ്യുന്നില്ല. കറൻറ്റ്ലി ഞാനിപ്പം ആ റീഫണ്ട് എടുക്കാൻ വേണ്ടി ഇങ്ങനെ ഡെവലപ്പറിനെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം മാർക്കറ്റിൽ വർഷങ്ങളായിട്ട് റിസർച്ച് ചെയ്ത് അവസാനം ഇതുപോലെ കുഴി വീഴുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതലുള്ളത്. അതിൽ നമ്മുടെ മലയാളികളാണ് വന്ന് വീഴുകയും ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, നിങ്ങൾക്കൊരു ഫ്ലെക്സിബിൾ പേയ്മെൻറ്റ് പ്ലാൻ കിട്ടിയിട്ടുണ്ട് എങ്കിൽ അത് ഡെവലപ്പറുമായിട്ട് നിങ്ങൾ ഒന്നുകിൽ മെയിൽ വഴി വെരിഫൈ ചെയ്തിട്ട് മാത്രമേ പേയ്മെൻറ്റ് കാര്യങ്ങളും ചെയ്യാവുള്ളൂ. കാരണം ഏജൻറ്റ് എന്നൊരാൾ ലോങ് ടൈം ഇഷ്യൂ ഇല്ലാത്ത ഏജൻറ്റ് ആണെങ്കിൽ ആളിന് നിങ്ങൾക്ക് നിങ്ങളുടെ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് അടച്ച് കുറച്ച് പേയ്മെൻറ്റും കഴിഞ്ഞ് കഴിഞ്ഞാൽ കമ്മീഷൻ റിലീസാവും, ആൾ മാർക്കറ്റിൽ നിന്ന് പോകും. അപ്പോൾ നിങ്ങൾ അങ്ങനെയല്ല, നിങ്ങളുടെ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ആയാലാണ് നിങ്ങൾക്ക് അതിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് ശ്രദ്ധിക്കണം. ലോങ് വീഡിയോ ആയിപ്പോയി, പക്ഷേ ഈ ഒരു കാര്യം എനിക്ക് ഇങ്ങോട്ട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തരുന്നത്. ഓക്കെ.